എന്ത് ഭംഗിയാണല്ലേ ഈ സന്ധ്യാസമയത്ത് ആകാശം കാണാൻ. സന്ധ്യ ഇപ്പം ഞങ്ങൾ ഇന്ന് സർക്കിട്ടിലാണ്. ഞങ്ങൾ 4 പേരും കൂടി പോണത് നമ്മുടെ തൃശ്ശൂർക്കാണ് കേട്ടോ. ഇന്ന് KFCയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോണത്. അവിടെ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫർ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് പോയി ട്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ദേ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്കാണ് എത്തിക്കണത്. ദേ KFCയുടെ ഓഫറിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പോയി. ഞങ്ങൾ സാധാരണ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങാറ്. പക്ഷേ ഇത്തവണ ഞങ്ങൾക്കറിയാം ഓഫറുള്ളപ്പോൾ നല്ല തിരക്കുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ദേ ഇത്ര വലിയ ക്യൂ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പും കഴിഞ്ഞ ആഴ്ചയും ഇതേമാതിരി ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂ വേറെ എവിടെയോ ആണെന്ന് ആ ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തിനെ ക്യൂവിൽ നിർത്തി. ആദ്യത്തിനാണ് ഈ ഓഫർ കണ്ട ഓരോന്ന് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു തന്നിട്ട് നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം എന്ന് പറയണത്. അപ്പോൾ അതേ ഇന്ന് ഓഫർ കണ്ടപ്പോൾ ആദ്യത്തിനാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ആദ്യത്തിനെ അവിടെ ക്യൂവിൽ നിർത്തി. ഞങ്ങൾ ആ പുറത്തൊക്കെ പോയി കറങ്ങാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ പോയി കുറച്ച് വീഡിയോസും മീനാക്ഷി കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ ഇതേ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആദ്യത്തിന് കാല് കഴിച്ചു. അപ്പോൾ അത് കാരണം മീനാക്ഷി പോയി നിന്ന് ആദ്യത്തെ കുറച്ച് നേരം അവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോഴേക്കും ദേ നമ്മുടെ ബില്ലിടൽ മാത്രമാണ് ക്യൂ. നമുക്ക് ഡെലിവറിക്ക് വേറെ ക്യൂ ഉണ്ട് കേട്ടോ. ഡെലിവറിക്ക് ഞങ്ങൾക്ക് കിട്ടിയത് എപ്പോഴാണ് ടൈം എന്നറിയോ? ഞങ്ങൾ ഇപ്പോൾ സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സമയം കിട്ടിയത് 9:30ക്കാണ് നമുക്ക് ഡെലിവറി ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ മേടിക്കാൻ പോണ വഴിക്ക് ഇതേ നമ്മുടെ മോളിവുഡ് ടൈംസ് കാണാമെന്ന് വിചാരിച്ച് ഇതേ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 10:30ക്കാണ് ടിക്കറ്റ്. അപ്പോൾ 9:30ക്ക് നമുക്ക് സാധനം കിട്ടി നമുക്ക് കഴിച്ച് 10:30ക്ക് സിനിമയ്ക്ക് കയറാം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളത് എടുത്തേക്കണത്. അപ്പോൾ അതേ പർച്ചേസിങ്ങൊക്കെ നമ്മുടെ എന്താ പറയുക ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ പർച്ചേസ് ചെയ്തു. പിന്നെ നൈക്കയിൽ നിന്ന് പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായി ക്യൂ എന്ന് നോക്കാം. ദേ ക്യൂ അത്ര ഞങ്ങൾ നിൽക്കണേക്കാളും ഇരട്ടിയായിട്ടുണ്ട്. ഈ 9:30 ആയിട്ടില്ല. ഞങ്ങൾ 9 മണിയായപ്പോഴേക്കും അവിടെ എത്തി. നമുക്ക് നേരത്തെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി. പക്ഷേ കിട്ടിയിരുന്നില്ല. അവർ കറക്റ്റ് സമയത്ത് തന്നെ തന്നു. അതിനവരെ സമ്മതിക്കണം. അവർ നമുക്ക് എഴുതി തന്ന കറക്റ്റ് സമയം 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല കേട്ടോ. കറക്റ്റ് സമയത്ത് നമുക്കിതേ ഫുഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ സാധനം കിട്ടിയിരിക്കുന്നു. കറക്റ്റ് സമയം 9:30. പറഞ്ഞ സമയത്ത് തന്നെ കിട്ടി. ഇത് 8:4 എല്ലാം തീർത്തി വെച്ചു. എന്താണത് വാങ്ങാം. 26 പീസ്. 26 പീസ്. ആദ്യത്തിന് വയ്യാണ്ടായി. അതെ ബാക്കി 2 വെട്ടി ബാക്കിയായി. ആദ്യത്തിൻ്റെ അങ്ങനെ ഞങ്ങളൊരു യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. 8 പീസ് ചിക്കന് ഓഫർ എന്താണെന്ന് വെച്ചാൽ 8 പീസ് ചിക്കന് 8 പീസ് ഫ്രീ, 4 പീസ് ചിക്കന് 4 പീസ് ഫ്രീ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 8 പീസിൻ്റെ ഒരു ഓഫറിൻ്റെ എടുത്തിട്ടുണ്ട്, 4 പീസിൻ്റെ ഓഫർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 26 പീസാണ് കിട്ടിയത്. 8 8 16 4 4 8. അപ്പോൾ 24 പീസാണ് കിട്ടിയിരിക്കണത്. 24 പീസ്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് അടിച്ച് കയറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ നമ്മുടെ വയറ് ഫുള്ളായി. ബാക്കി 8 പീസ് അവിടെ തൊടാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്തൊക്കെ തന്നെ കാര്യങ്ങൾ നടന്നു കേട്ടോ. അപ്പോൾ 10:30 ഇപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പാലക്സി സിനിമാസിൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് മോളിവുഡ് ടൈംസ് നമ്മുടെ നെസ്ലിമിൻ്റെ സിനിമയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണത്.
അപ്പോൾ ബാക്കിയുള്ള 8 പീസ് നമ്മൾ കാറിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതേ സിനിമ കാണാനിരുന്നിട്ടുണ്ട്. നെസ്ലിമിൻ്റെ സിനിമയാണ്, മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. അപ്പം ഞാനിത് കേട്ടിട്ടും കൂടിയില്ല, ഈ ആദ്യത്തേനാണ് ഈ സിനിമ കാണാം, അവൻ്റെ അല്ലേ നല്ല കോമഡി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കയറിയത്. പക്ഷെ കുഴപ്പമില്ല, കണ്ടിരിക്കാം. ആളുടെ സാധാരണ കാണുന്ന ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും 2:30 അപ്പോൾ നമുക്ക് വീണ്ടും വിശന്നിട്ട് നമുക്ക് ബാക്കിയുള്ള KFCയും കൂടി അടിച്ച് കയറ്റാം. അങ്ങനെ ഇപ്രാവശ്യത്തെ KFCയുടെ ഓഫറൊക്കെ വലിച്ചു വാരി കുത്തി കയറ്റിയിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു 2:30 വീണ്ടും ബാക്കിയുള്ള ബാലൻസും കൂടി കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ